ഹായ് ഗൈസ്. സോ യാ, ഇറ്റ്സ് എ ഡിസ്ക്ലെയിമർ. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദുബായിലാണുള്ളത്. അത് ഇവിടുത്തെ സത്യം കേട്ടോ. ഞാനിപ്പോൾ പാപ്പൻ്റെ വീട്ടിലുള്ള, അതായത് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലുള്ള. അപ്പോൾ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും മിക്ക ആൾക്കാർക്കും അറിയുന്നത് ഞാൻ ദുബായിലെത്തി എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് തീരെ ഐഡിയ ഉണ്ടാവില്ല, ഇവള് പോയോ, ഇതിപ്പോൾ എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. സോ യാ, ഞാൻ ആക്ച്വലി അധികം പേരിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ദുബായിലേക്ക് പോവാണെന്നുള്ള കാര്യം. അതെടുത്ത് തപ്പേരെ കളിപ്പിക്കണം കേട്ടോ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നതാ, കോമഡിയാക്കോ. സോ ഗൈസ്, പറഞ്ഞു വന്നത്, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയത് കുറേ പേർക്കൊന്നും അറിയത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ പോരുന്നത് കുറേ ആൾക്കാർക്ക് ഞാൻ ആക്ച്വലി എന്താ കുറച്ച് മാസങ്ങളായിട്ട് അറിയാമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പോരുന്ന കാര്യം ശക്തമായിട്ട് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞു തുടങ്ങിയ സമയത്ത് എൻ്റെ ഫാമിലി എന്നല്ല, എൻ്റെ അച്ഛനമ്മ ചേട്ടൻ എന്നല്ല, എന്താ ക്ലോസ് ഫാമിലി എന്നല്ല, അല്ലാതെയൊക്കെ കുറച്ച് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഫ്രണ്ട്സ് എന്നൊക്കെ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഫ്രണ്ട്സ് എന്നൊക്കെ ഭയങ്കര നെഗറ്റീവ് ഇതാണ് കിട്ടുന്നത്. അതും ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നീ പോകണ്ട, നിനക്ക് ജോബ് കിട്ടത്തില്ല, നീ എന്തിനാ പോകുന്നത്, ഇങ്ങനത്തെ രീതിക്ക് നമ്മൾ തളർത്താൻ വേണ്ടി പറയത്തില്ലേ, അമ്മാതിരി ടോക്ക്. അപ്പോൾ അത് ആക്ച്വലി എൻ്റെ ആ ഗോളല്ല അവിടെ. എന്താ അവർ എനിക്ക് നെഗറ്റീവ് ആവാൻ വേണ്ടി അങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് ആ ആളായിട്ടാണ് നെഗറ്റീവ് ആവുന്നത്, അല്ലാതെ ആ ഒരു ഗോൾ, ദുബായിക്ക് വരാൻ ജോബ് കിട്ടാന്നുള്ള ആ ഒരു ഗോളിൽ നിന്നൊന്നും തകർന്നിട്ടില്ല. ആ ആളായിട്ട് എനിക്ക് ഭയങ്കര നെഗറ്റീവായി അങ്ങനെയൊക്കെ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനിയും ഞാൻ ചിലപ്പോൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനത്തെ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി കുറച്ചും കൂടി എനിക്ക് ആൾക്കാരിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇത് ആൾക്കാരിലോട് വീണ്ടും തോന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു, വേണ്ട, പറയണ്ട, പോണ വരെ എനിക്കൊരു സമാധാനം വേണം, പോയി കഴിഞ്ഞിട്ട് പറയാം എന്നുള്ളത്. എന്തായാലും നിൽക്കാനുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കൂടി ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ വെച്ചിട്ട് ഞാൻ കുറേ പേരോടൊന്നും പറഞ്ഞില്ല. ഐ മീൻ, ഞാനായിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവള് പോവുക എന്നൊക്കെയുള്ള കാര്യം. അത് ഞാൻ അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നിന്നിട്ടില്ല. സോ യാ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാതിരുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും ഇത് കാണുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് കുറച്ചായിട്ടുണ്ടാവും, ജോബ് സെർച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. യപ്പ്. അങ്ങനെ നമ്മളുടെ ഡേയ്സ് ബിഫോർ ദുബായ് ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി, അതിനുശേഷം എന്താ കൽപ്പകയിൽ വന്നേക്കാണ് എനിക്ക് ഫോർമൽസ് എടുക്കാൻ. പക്ഷേ എന്താ പറയുക, എനിക്ക് പറ്റിയ ഫോർമൽസ് ഒന്നും കിട്ടിയില്ല. സോ അതെടുക്കാതെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴാണ് നമുക്ക് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയത് ഓർത്തെ. അപ്പം ഞാൻ അതൊക്കെ കുറച്ച് പിടിച്ച് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് സുഹൃതം എന്ന് പറഞ്ഞിട്ട് ഒരു പകൽ വീട് കോൺസെപ്റ്റുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ പോകുന്നത്. അവിടെ കുറേ അമ്മമാരുണ്ട്. സോ അവിടെ വെച്ചാണ് നമ്മളിന്ന് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് നമ്മൾ. സോ നമ്മളും അവിടെ പോയി കഴിക്കണം എന്നാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച്, ഇന്ന് നല്ല ചൂടാണ്, ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ എനിക്ക് തണുത്തത് എന്തെങ്കിലും കുടിക്കണം എന്ന് തോന്നിയിട്ട് നമ്മളിത് ആ ഫ്രഞ്ച് ഓവനിൽ വന്നേക്കാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ബ്ലാക്ക് കറൻറ്റും അച്ഛനും അമ്മയും ചായയാണ് കുടിച്ചത്. വീട്ടിലെത്തി നോക്കുമ്പോഴേക്കും എൻ്റെ സ്കിൻ കെയർ ഐറ്റംസ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ടായിട്ടോ. ഇത് കൊണ്ടുപോകാനുള്ള ഐറ്റംസാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് മേടിക്കണേക്കാളും എനിക്ക് നല്ലത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമായിട്ട് തോന്നി. കാരണം പ്രൈസ് ഓഫ് കോഴ്സ് ഡിഫറൻസ് ഉണ്ടാവുമല്ലോ. ഇവിടെ ആകുമ്പോൾ എനിക്ക് ഓഫറിന് കുറേ കിട്ടി, കുറച്ച് സാധനങ്ങൾ ഗിഫ്റ്റായിട്ട്, ഐ മീൻ ഫ്രീബി ആയിട്ടും കിട്ടി. എന്തോ പർപ്പിളിൽ സെയിൽ നടക്കുന്നുണ്ട് തോന്നുന്നു, അതിൻ്റെയാണ്. അങ്ങനെ അതൊക്കെ അൺബോക്സ് ചെയ്തിരിക്കുമ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല. ഇനി എൻ്റെ അമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിലേക്ക് നമുക്ക് പോകണം. അപ്പം ഞാൻ വേഗം ഒന്ന് ഒരുങ്ങി. എൻ്റെ കേൾസ് എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കാണിച്ചിട്ടാന്ന് വിചാരിച്ചപ്പോൾ പറ്റുന്നില്ല. എന്നാലും എന്താ, ഇതാണ് കേൾസ്, നല്ല ഭംഗിയല്ലേ. ഇന്ന് ഞാൻ മുടിയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്താ, ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങനെ നല്ല രീതിക്ക് കിടക്കണ കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ തന്നെ കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ആ അമ്പലം. ഞങ്ങൾ വരുമ്പോൾ നല്ല വരുമല്ല പോകുമ്പോൾ നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി. പിന്നെ അമ്മയുടെ വീട്ടിലെത്തിയിട്ട് കുഞ്ഞാമ്മി ഉണ്ടാക്കിയ
ചപ്പാത്തിയും കോളിഫ്ലവർ കറിയും ഒക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരായിട്ട് നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഫീഷ്യലി നമ്മളുടെ ഐറ്റംസ് ഡെലിവറി ചെയ്യാൻ നേരെ എത്തിയിട്ടോ. കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനുള്ള അതന്നെ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളും കുറച്ച് ഓർഗനൈസ്ഡ് ടൈപ്പാണ്. ഇത് മറ്റേ ട്രാവൽ ഓർഗനൈസിങ് ബാഗൊക്കെയാന്ന് തോന്നുന്നു. നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എല്ലാം. അല്ലാതെ ചുമ്മാ ഞാൻ വാങ്ങി നോക്കിയതാണ്. നമുക്ക് പറ്റില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമല്ലോ. ഓൺലൈനുള്ളൊരു സ്പെഷ്യാലിറ്റി ഇതാണല്ലോ. അപ്പോൾ നല്ലതാണെങ്കിൽ ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നതായിരിക്കും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ട്രാവൽ ഓർഗനൈസർ ക്യൂബ്സ് വാങ്ങിയപ്പോൾ അതിൻ്റെ ആവശ്യത്തിലൊന്ന് പാക്ക് ചെയ്യാനിരുന്നു കേട്ടോ. എനിക്ക് നേരത്തെ തൊട്ടൊരു ഐഡിയ ഉണ്ടായി എങ്ങനെയൊക്കെ പാക്ക് ചെയ്യണമെന്ന്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഞാൻ വിചാരിച്ച പോലെ ഒന്നും വെക്കാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ റോൾ ചെയ്തൊക്കെ ചെയ്യത്തില്ലേ, അങ്ങനെയൊക്കെ നോക്കി. പക്ഷേ എൻ്റെ ആ ഒരു ഇതിൽ പാൻ്റെല്ലാം ഒരു ക്യൂബിൽ, ഡ്രസ്സസ് എല്ലാം ഒരു ക്യൂബിൽ, ടോപ്സ് എല്ലാം ഒരു ക്യൂബിൽ, അങ്ങനെയൊക്കെയായിരുന്നു. വലിയ ഓർഗനൈസേഷൻ മെത്തോഡൊക്കെ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ടായി. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അതേപോലെ ഒന്നും നടക്കുന്നില്ല. ആൻറ്റിപ്പം എൻ്റെ ബെഡ് ഒരു മെസ്സാണ്. ഞാൻ ആവേശത്തിൽ അലമാരയിൽ നിന്നെല്ലാം വലിച്ച് താഴെയല്ല ബെഡിലിടുകയും ചെയ്ത് ഇപ്പോൾ ഒന്നും നടന്നിട്ടുമില്ല. ഇന്ന് ബാങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോവാണ്. എൻ്റെ അക്കൗണ്ടിൽ ഇനി ഓട്ടോ ഡിഡക്റ്റ് ആക്കാൻ ഇവിടുത്തെ LICയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ അതിന് വേണ്ടി ഗൈസ്, ഞാൻ തിരിച്ചെത്തിപ്പിക്ക് എൻ്റെ ട്രോളി ബാഗ് വന്നായിരുന്നു കേട്ടോ. ആക്ച്വലി ഇത് വന്നപ്പോഴാണ് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഫോർ മോർ അൺബോക്സിങ്. ഇതിൻ്റെ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ബോക്സ് വാങ്ങിയതാണ്. ഞാൻ നല്ലതാണെങ്കിൽ കാണിച്ചു തരാം. അതിൻ്റെ ഒരു കമ്മൽ സെറ്റ് ഞാൻ വാങ്ങിയായിരുന്നു. കണ്ടോ, ഇത് നല്ല ഡ്രസ്സുണ്ട്. ഇതെനിക്കിഷ്ടമായി. ഇതിലൊരെണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ ഇപ്പം എനിക്കിഷ്ടമായി. കൊള്ളാം. ഒരു 125 200 കിലോ ആണ്. ആ റേഞ്ചിനത് ഞങ്ങൾ ഇന്ന് ചോറ്റാനിക്കരയാണ് കേട്ടോ ഉള്ളത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തി. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ റൂമൊക്കെ എടുത്ത് ഇന്ന് രാവിലെ തൊഴാൻ പോവാണ്. നേരത്തെ എണീറ്റിട്ടുണ്ട്. 4 മണിക്കൊക്കെ എണീറ്റ് റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പാലക്കാട് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഓൺ ദി വേ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത നൂഡിൽസിൽ നിന്ന് ഒരു വലിയ സ്റ്റീലിൻ്റെ ത്രെഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു. അവർ കുറേ സ്റ്റോറിയൊക്കെ പറഞ്ഞു. ആക്ച്വലി ആ ഫുഡിൻ്റെ പൈസയൊക്കെ മൈനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് വേണ്ടാന്നൊക്കെ പറഞ്ഞു. എന്നാലും അവർ മൈനസ് ചെയ്തു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്ച്വലി സ്ക്രീൻ നോക്കി എപ്പോഴും ഒന്നില്ലെങ്കിൽ സിനിമയോ സീരീസോ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്. പിന്നെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്നായിരിക്കും കഴിക്കുക. അപ്പോൾ ഇതേപോലെ സാധനങ്ങളൊന്നും വയറ്റി പോകാതെ എല്ലാവരും സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നൂഡിൽസ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ശ്രദ്ധിച്ചേന്ന് വരില്ല. അങ്ങനെ പാലക്കാടുള്ള ഫാമിലിയിൽ നിന്നൊക്കെ മീറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് കൊടുങ്ങല്ലൂരെത്തി ഇവരെ മീറ്റ് ചെയ്യാൻ. എന്തൊരു ബിസി സ്കെഡ്യൂളാണല്ലേ. ഞാൻ ഇന്നൊരു 3 ഡിസ്ട്രിക്റ്റ് ഇറങ്ങിയിട്ടാണ് വരുന്നത്. നമുക്കിന്ന് ഫുള്ള് ഹോസ്പിറ്റൽ പരിപാടീസാണ് കേട്ടോ. അതായത് പോണതിന് മുമ്പ് ഞാൻ എൻ്റെ പല്ലിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതേപോലെ കണ്ണിൻ്റെ ഓൾറെഡി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് പവറൊന്നും കാര്യം ഇനി ടെസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെന്താ, എനിക്ക് കുറച്ച് ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന ആ ടൈമിൽ എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചിട്ടുണ്ടായി. നല്ല രീതിക്ക് അടിച്ചിട്ടുണ്ടായി. ഒരാഴ്ച എങ്ങനെ കിടപ്പായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് 1 മാസം കഴിഞ്ഞിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡോക്ടർ വരാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാം. അങ്ങനെ പോണതിന് മുമ്പ് എല്ലാം നമ്മൾ ഓക്കെ ഇല്ലേ എന്നൊന്ന് ഫുള്ള് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ ഈ വക സംഭവങ്ങളൊക്കെ. അപ്പോൾ എല്ലാം ഒന്ന് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഹേ ഗൈസ്, ഒരു റിസൾട്ടൊക്കെ കിട്ടിയിട്ടോ. കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റാണ്. ഇനി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ എന്തെങ്കിലും പറയാൻ നോക്കും. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു വരുന്ന വഴി നമ്മൾ ചെരുപ്പ് വാങ്ങാൻ കയറി കേട്ടോ. ഇവർക്ക് ചെരുപ്പ്, എനിക്ക് ഫോർമൽ ഷൂസ് ആണ് വാങ്ങാനുണ്ടായിരുന്നു. ഗൈസ്, കുഞ്ഞാമ്മി വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റൈഡ് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡെസ്റ്റിനേഷൻ കോട്ടപ്പുറമാണ്. എനിക്ക് ആക്ച്വലി പോകുന്നതിന് മുമ്പ് കോട്ടപ്പുറത്ത് പോകണമെന്നൊന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സ്കൂളിലായാലും കോളേജിലായാലും ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഫസ്റ്റ് പോയിന്റ് കോട്ടപ്പുറമാണ്. അപ്പോൾ കുഞ്ഞാമ്മിനായിട്ട് കോട്ടപ്പുറത്ത് പോയി. അപ്പോഴാണ് അവിടെ എന്തിൻ്റെ പരിപാടിയാണ്, നമ്മുടെ വള്ളംകളിയില്ലേ,
പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, ബോട്ട് ലീഗ്. ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ, അത് നല്ല രസമാണ് കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഞാൻ ബിരിയാണിക്ക് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വന്നിട്ട് ഇരുന്ന് പാക്ക് ചെയ്തു. അവൾ തന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാക്ക് ചെയ്യാനായിട്ട്. ഹൈ ഗൈസ്, അപ്പം ഞങ്ങൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാളയ്ക്ക് പോവാന്ന്. ഫെയർവെല്ലാണ് മാളയിൽ. അതെ, എൻ്റെ ഫെയർവെല്ലാണ്. ഓഫീസുകളിൽ മാത്രമാണ് എനിക്ക് ഫെയർവെൽ കിട്ടിയിരുന്നത്. ഇപ്പോൾ അതാ എൻ്റെ നാട്ടിൽ വീട്ടിൽ നിന്നൊക്കെ. അതെ, അതൊക്കെ പോകണം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരോടും കുറേ നേരം സംസാരിച്ചിരുന്നു. പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിട്ടോ. ആക്ച്വലി അതൊരു ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരു സങ്കടം എന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. കുഞ്ഞാമ്മയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ എല്ലാവരുടെ അടുത്ത് കണ്ട് ഹാപ്പി ആയിട്ട് യാത്രയ്ക്ക് പോരാന്നുള്ള ഇതിൽ പറഞ്ഞിരിക്കായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരാൾ കരച്ചിലൂടെ കരച്ചിൽ. ഇന്ന് ഞാനും അമ്മയും കൂടെ ഭയങ്കര കുക്കിങ്ങിലാണ് കേട്ടോ. എൻ്റെ വക ചന മസാലയും അമ്മയുടെ വക ചിക്കൻ കറിയാണ്. ചന മസാല ഞാൻ വെച്ചുകൊണ്ട് വരല്ല, അടിപൊളി തന്നെയായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ വെച്ചപ്പോഴും അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യം അതുകൊണ്ട് ഞാൻ നല്ല കോൺഫിഡൻസോടെയാണ് ഏറ്റെടുത്തത്. ഈ പ്രാവശ്യം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർക്കലാണ് മെയിൻ ഉദ്ദേശം. സോ അതൊക്കെ ഞങ്ങളങ്ങ് വെച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ അഞ്ചങ്ങാടിയിലേക്ക് പോവാണ്. അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഉണ്ട്. അവരോട് എല്ലാവരുടെ അടുത്തും കണ്ട് ചച്ച ബേബയൊക്കെ ഒന്ന് പറയണം. സോ അച്ഛനോട് ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ അച്ഛൻ്റെ ഒപ്പം പോരും. ബസ്സിനാണ് പോകുന്നത്. എനിക്ക് പോണതിന് മുമ്പ് ബസ്സിന് പോകണമെന്നുണ്ടായിരുന്നു. സോ അത് സാധിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഇതാ മീനച്ചാറൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ. എനിക്ക് മീനച്ചാറ് എൻ്റെ ഹോസ്റ്റലിൽ കടവന്തര PG യിലുണ്ടായിരുന്ന ചേച്ചി കൊണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ ഈ പ്രാവശ്യം ഞാനത് പറഞ്ഞപ്പോൾ അമ്മയുടെ ഓഫീസിലുണ്ടായിരുന്ന ഒരു അങ്കിൾ സെറ്റാക്കി തന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി നടുമുറി കയറി കൊണ്ടുപോകാനുള്ള കുറച്ച് ഉഴുന്നോട, അവലോസ് പൊടി, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പോവാം. ടിക്കറ്റിൻ്റെയും വിസയുടെയും പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ കോപ്പിയൊക്കെ എടുക്കാനുണ്ട്. പിന്നെ പാസ്പോർട്ട്, അങ്ങനെ ഓരോ. ഏതാ വേണ്ട വേണ്ട അതിൻ്റെ ബാക്ക് വേണ്ട. ഞാനിപ്പോൾ പ്രിൻ്റൊക്കെ എടുത്ത് വരായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടനുണ്ട്, എന്നല്ല 2-3 പേരുണ്ട്. ഞാൻ ഈ നടക്കുന്ന വഴി കൂടെ കാണുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിച്ചു പോവാണല്ലേ എന്ന്. അങ്ങനെ പരിചയമുള്ള ഓരോ ആൾക്കാരും കണ്ടിട്ട് പോവാണല്ലേ, ഇപ്പോൾ ഹാപ്പി ആൻഡ് സേഫ് ജേർണി, ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുമ്പോൾ എന്തോ ഒരു സന്തോഷം. തിരിച്ചു വരുമ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ റിലാക്സ് ഒന്ന് ബിരിയാണി കണ്ടു വാങ്ങി. എനിക്ക് റിലാക്സുള്ള ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ബിരിയാണി കുറച്ച് ഡിഫറെൻ്റ് ആണ്. എനിക്കൊന്ന് ഷെഫ് മാറിയത്. പക്ഷേ റിലാക്സ് നിങ്ങൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ പഴയ ബിരിയാണി കൊണ്ടുവരണം, പഴയ ഷെഫിനെ കൊണ്ടുവരണം പ്ലീസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ എൻ്റെ കടവന്ത്രയിൽ ഓഫീസിലുള്ള ആൾക്കാരൊക്കെ ഇട്ടൊന്ന് വിളിച്ച് വിശേഷമൊക്കെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. അവർക്കും ഇപ്പോൾ ബ്രേക്ക് ടൈമാണ്, 1 to 2 ആണ്. സോ ആ ടൈമിൽ ഞാൻ വിളിച്ച് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കണ്ട് സംസാരിച്ച്. അവിടെയാണെങ്കിൽ ഹാലോവിൻ സെലിബ്രേഷൻ്റെ ഓരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ അതിൻ്റെ മാസ്കൊക്കെ വെച്ച് അവരെന്നെ കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ പോണതിൻ്റെ തലേ ദിവസമായിട്ടോ ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് ജസ്റ്റ് നമ്മളുടെ ഗാർഡനിലേക്ക് ഇറങ്ങിയതാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഗാർഡനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊന്ന് വെയിലൊക്കെ കൊള്ളാനും പൂക്കളൊക്കെ ഒന്ന് കാണാനും ഇറങ്ങിയതാണ്. ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് പോണതിന് മുമ്പ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അമ്മ എനിക്ക് ഇഷ്ടമുള്ള വെള്ളയപ്പം ഈ പാൽക്കപ്പയാണ് കേട്ടോ ഉണ്ടാക്കി തന്നെ. എനിക്ക് പാൽക്കപ്പ ആക്ച്വലി ഹോട്ടലിനേക്കാൾ ഇഷ്ടം ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ്. റൂം നോക്കായിരുന്നേ. അപ്പോൾ എനിക്ക് കിട്ടിയ ഓരോരോ സാധനങ്ങളാണ്. ഇത് താലപ്പൊലിക്കാവിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതാണ്. പക്ഷേ ഇത് കോലൊക്കെ കുറച്ച് കേടായിപ്പോയി, ക്വാളിറ്റി കൂടുതലായി. പക്ഷെ എന്നാലും ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കണ്ടോ. ഇതൊന്ന് പിന്നെ രണ്ടാമത്തെ സാധനം കണ്ടോ, രണ്ടാമത്തെ സാധനം നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ ഓരോരോ ക്യൂട്ട് സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അതിൻ്റെ ഇതിൽ കൈയൊന്ന് പറഞ്ഞ് അപ്പോൾ കിട്ടിയ ബാൻഡേജ്, ചുട്കിയുടെ ബാൻഡേജ്. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ കുറേ സാധനങ്ങൾ ഒതുക്കിയായിരുന്നു. ഇന്നലെ നമുക്ക് 30 kg ആണ് ഒരാൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ കുറേയൊക്കെ ഇന്നലെ ഒതുക്കി. ഇന്നിപ്പോൾ ഇതാ കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കി പെൻഡിങ് ഉള്ളത്. ഞാൻ ഒരു ഇങ്ങനത്തെ ട്രാവൽ പൗച്ച് വാങ്ങി കേട്ടോ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട്. ഇതൊക്കെ എന്തായാലും മറ്റേ അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങിൽ ട്രെയിലിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ വലിച്ചുവാരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനങ്ങൾ മിസ്സാവുന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇത് വാങ്ങി. പക്ഷേ വാങ്ങി വന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വരും വയ്ക്കാൻ. അപ്പോൾ ഇതിനാണെങ്കിൽ ഇവിടെ ഇത് വെക്കാം, ഹാർഡ് ഡിസ്ക് വെക്കാം. പിന്നെ ഇവിടെ എന്താ 1-2 പെൻ ഡ്രൈവും മറ്റേ SD കാർഡും അങ്ങനെയൊക്കെ വെച്ച് അങ്ങനെ അധികം സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല. ചാർജറൊന്നും വേറെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുറച്ചും കൂടി ഇത് വാങ്ങായിരുന്നു. ഞാനിത് വാങ്ങി കുറേ കഴിഞ്ഞപ്പോഴാണ് ഓൺലൈനിൽ വീണ്ടും ഇതിനേക്കാളൊരു ബിലോ 50 rupees കൂടുതലിന് വലുത് കണ്ടേ. പക്ഷേ എന്ത് ചെയ്യാനാ, നമ്മുടെ ചാൻസ് കഴിഞ്ഞു പോയി. സോ
ഇതിപ്പോൾ ഇങ്ങനെ വെച്ചു എന്താ ചാടിപ്പോകും കണ്ടോ. ഇനി ഇരുന്നോളൂ. അങ്ങനെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തു, എല്ലാം സെറ്റായി. സമയം ഇപ്പോൾ ഒരു 11 മണി ആവാറായിട്ടോ. ഞങ്ങൾ നാളെ രാവിലെ 5 മണിക്ക് ഇറങ്ങും. 9:45 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യണമല്ലോ. 5 മണിക്ക് ഇറങ്ങും. എയർപോർട്ടിലേക്ക് വേറെ ആരുമില്ല, കുഞ്ഞമ്മ മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഈ സത്യം പറഞ്ഞാൽ എനിക്ക് പോണത് ഇത്രയും ദിവസമായിട്ട് മൈൻഡിൽ രജിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. പോവുകയാണെന്നുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തോ സമയമോ ദിവസങ്ങളൊക്കെ ഉള്ള പോലെയായിരുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എന്താ പോവാണ് എന്നുള്ള ഒരു ഫീൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ കുറേ പേരിങ്ങനെ കാണാൻ വന്നു, പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു, നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് വായോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞ് ചച്ച ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ ഓക്കെ പോവാണ് ഉള്ള ആ ഒരു ഫീലിംഗ്, അല്ലെങ്കിൽ എന്താ മനസ്സിനൊരു കട്ടിയൊക്കെ തോന്നുന്നത് അറിയില്ലേ, അങ്ങനെയൊക്കെ തോന്നുക. അങ്ങനെ പോവാറായി ഗൈസ്. ഇനി ജോലിയൊക്കെ കിട്ടിയിട്ട് വെക്കേഷൻ വരാം. എനിക്ക് എന്താ നാളെ എയർപോർട്ടിലെത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ അടിക്കാമെന്ന് തോന്നുന്നു. ഇന്നാണെന്നുണ്ടെങ്കിൽ എന്താ കുഞ്ഞാമിയുടെ മെസ്സേജൊക്കെ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഓരോരോ കുഞ്ഞു മൊമെൻറ്റിലാണ് എനിക്ക് സങ്കടം വരിക. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഭയങ്കര ചിരിച്ച് കളിച്ച് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത്. മേ ബി നാളെ എയർപോർട്ടിൽ വെച്ചിട്ട് കുഞ്ഞാമിനെ ടച്ച് പറയുമ്പോഴായിരിക്കും എനിക്കത് ഹിറ്റ് ചെയ്യുക. പിന്നെന്താ, ഇച്ചിനെ കണ്ണനെ കാണാൻ പറ്റിയില്ല. കണ്ണൻ നാളെ ബാംഗ്ലൂർ പോവുക, കണ്ണന് ജോബ് തുടങ്ങുക. അപ്പോൾ ഞാൻ നാളെ രാവിലെ പോവും, കണ്ണൻ നാളെ വൈകുന്നേരം പോവും. അവർ ഞാൻ ലാസ്റ്റ് കണ്ടത് ഞങ്ങൾ ഗായയിൽ പോയപ്പോഴാണ്. അതെപ്പോഴാണ് 2 മാസം മുന്നേ തോന്നുന്നു, 2-2.5 മാസമായി. അങ്ങനെ പ്രവാസി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓക്കെ, കൂടുതൽ സംസാരിച്ചവർ പക്ഷെ ഞാൻ സെൻറ്റി ആവും. അങ്ങനെ ഞാൻ വെക്കുവാണ്. അപ്പോൾ ഇനി ദുബായിൽ കാണാം.